ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കാർ ഡ്രൈവിംഗ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കാർ ഡ്രൈവിങ്ങിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാഫ് ക്ലച്ചും ഫുൾ ക്ലച്ചും. അതായത് നമ്മളൊരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴൊക്കെയാണ് നമുക്ക് ഫുൾ ക്ലച്ച് ചവിട്ടേണ്ടത്, എപ്പോഴൊക്കെയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഇന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് ഫുൾ ക്ലച്ച് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗിൽ പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ വീഡിയോകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പറയുന്ന കണ്ടന്റ് എന്താണോ ആ ഒരു വിഷയത്തെക്കുറിച്ച് പരമാവധി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഫുൾ ക്ലച്ച് ഹാഫ് ക്ലച്ചിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. നമ്മൾ വ്യത്യസ്ത റോഡിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സിറ്റുവേഷനിൽ ഫുൾ ക്ലച്ചിലേക്കും ഹാഫ് ക്ലച്ചിലേക്കും വരേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ ഈ ഡ്രൈവിങ്ങിലൂടെ ഒന്ന് മനസ്സിലാക്കുക, കൃത്യമായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക. എൻ്റെ ഫുഡ് പെഡൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഫുൾ ക്ലച്ചിലും ഹാഫ് ക്ലച്ചിലും വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത് എവിടെ കൃത്യമായിട്ടും അപ്ലൈ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇവിടെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് മുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇപ്പോൾ ആദ്യം എൻ്റെ കാല് ബ്രേക്ക് പെഡലിലേക്ക് വരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, സാധാരണ ഒരു ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ കാല് ബ്രേക്ക് പെഡലേ വരും. അതിനുശേഷം എന്ത് ചെയ്യും, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഫുൾ ക്ലച്ചിൻ്റെ യൂസ് വന്നത് എവിടെയാണ്? ഇവിടെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇവിടെ നമുക്ക് ഫുൾ ക്ലച്ചിൻ്റെ ഒരു യൂസ് ഡ്രൈവിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇവിടെ ഫുൾ ക്ലച്ചിൻ്റെ യൂസ് വന്നു. ഞാൻ അതിനുശേഷം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ടാണ് ഈ ഒരു വാഹനത്തെ ഇപ്പം ഞാൻ നേരെ മുന്നോട്ട് എടുത്തത്. ഇപ്പം നിങ്ങളെ പ്രോപ്പറായിട്ട് ഞാൻ ഒന്നും കൂടെ കാണിക്കാം. കാരണം ഇവിടെ ഇപ്പം ചെറിയൊരു തിരക്ക് വന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വണ്ടി എടുക്കേണ്ടതായിട്ട് വന്നു. ഞാൻ വണ്ടി വീണ്ടും ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഞാൻ വണ്ടി നിർത്തി. അതായത് നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യ സമയത്ത് നമ്മളുടെ കാല് ആദ്യം ബ്രേക്കേ വരും, അതിനുശേഷം നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടും. ഓക്കെ, ഫുൾ ക്ലച്ച് ചവിട്ടുന്നതിന് പിന്നിലെ കാര്യം, നമ്മുടെ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിടുന്ന സമയത്ത് ഒന്നെങ്കിൽ ഫസ്റ്റ് ഗിയറിലോ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിലോ ആയിരിക്കും കിടക്കുന്നത്. അപ്പം നമ്മളൊരു വാഹനത്തെ മുന്നോട്ടെടുക്കുന്ന സിറ്റുവേഷനിൽ നമ്മളുടെ വണ്ടി ഇത്തരത്തിൽ ഗിയറിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ വണ്ടിയുടെ കീ നമ്മൾ ഓണാക്കുന്ന സമയത്ത് വണ്ടി നേരെ മുന്നോട്ട് ചാടും. മുന്നോട്ട് ചാടുമ്പോൾ മുന്നിലൊരു വണ്ടിയോ ആളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടി മുന്നോട്ട് ചാടി അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് തന്നെ റിവേഴ്സ് ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി നേരെ ബാക്കിലേക്ക് റോളാകും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എൻജിനെയും ഗിയർ ബോക്സിനെയും സെപ്പറേഷൻ ആക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ ഫുൾ ക്ലച്ച് ചവിടുന്നത്. ഓക്കെ, ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിട്ടു. ഇനി നമ്മൾ ചെയ്യുന്നത് വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഒരു വണ്ടി കയറ്റത്താണെങ്കിൽ നമുക്കിവിടെ ഹാഫ് ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു യൂസ് ഉണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുകയാണ്. ഇതേ പതിയെ അയച്ചു വരികയാണ്. അയച്ചു വരുമ്പോൾ വണ്ടി മൂവ് ആകുന്ന പോയിൻ്റാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പം ഹാഫ് ക്ലച്ച് എപ്പോഴാണ് ഡ്രൈവിങ്ങിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടി എടുക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും, ആദ്യം എടുക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് യൂസ് ചെയ്യണം. അത് പ്രത്യേകിച്ച് കയറ്റമാണെങ്കിൽ ഇതേ പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരണം. ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് വണ്ടി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റാണ്. അതെ, ഞാൻ ആ കറക്റ്റ് പോയിന്റിലേക്ക് ഇപ്പോൾ വരുന്നു. ഇതേ പതിയെ കാലയച്ച് വരുന്നു. ഇപ്പോൾ വണ്ടിക്കുള്ളിലൊരു വൈബ്രേഷൻ ഉണ്ട്. ഇപ്പോൾ വണ്ടി മുന്നോട്ട് മൂവ് ആകാനായിട്ടുള്ള ഒരു പ്രതീതി കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കയറ്റത്താണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇപ്പം വാഹനം എടുത്തു, കണ്ടോ? അപ്പോൾ ഇവിടെ ഞാൻ ഫുൾ ക്ലച്ച് ചവിട്ടി ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം കയറ്റത്ത് എടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നിട്ട് ആക്സിലറേഷൻ കൊടുത്താണ് ഇപ്പോൾ നമ്മൾ വാഹനത്തെ എടുത്തത്. അപ്പം ആദ്യത്തെ രണ്ട് ഉപയോഗം നിങ്ങൾക്ക് ഫുൾ ക്ലച്ചിനെ ഹാഫ് ക്ലച്ചിനെ പിടികിട്ടിയെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷനിൽ എപ്പോഴൊക്കെയാണ് നമുക്ക് ഫുൾ ക്ലച്ചും ഹാഫ് ക്ലച്ചും വരുന്നതെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇങ്ങനെ വണ്ടി എടുത്തു. ഇനി വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ്സ് നൽകുകയാണ്. മൂവ്മെൻറ്റ്സ് നൽകുന്നു.
ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ഫുള്ള് പിടിച്ചിട്ടാണ് സെക്കൻഡ് ഇടുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫുൾ ക്ലച്ച് പിടിച്ചു. കാരണം എന്താണ്, ഫുൾ ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് കട്ട് ഓഫ് ആകാൻ പറ്റില്ല. ഇനി നമ്മൾ ഫുൾ ക്ലച്ച് പിടിക്കാതെയാണ് ഗിയർ വലിച്ചിടുന്നതെങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഡ്രൈവിങ്ങിൽ ഗിയർ മാറ്റുമ്പോൾ എപ്പോഴും ഫുൾ ക്ലച്ചിലേക്ക് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, ഇനി ഞാനിത് വീണ്ടും ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്. വീണ്ടും എൻ്റെ കാല് ബ്രേക്കേ വരുന്നു, വീണ്ടും ഞാൻ പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു, ഇങ്ങനെ പോകുന്ന സിറ്റുവേഷനിൽ റോഡ് സ്ട്രൈറ്റ് ആയി. ഇനി നമുക്ക് അടുത്തൊരു ഗിയർ ഇടണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഫുൾ ക്ലച്ചിലേക്ക് ചവിട്ടി പിടിക്കുന്നു, ഇത് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു. പിന്നെ ഗിയർ ഇട്ടാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം, ഫുൾ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ കാലയക്കാം. അവിടെ നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, നമ്മുടെ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ അടുത്തൊരു ഗിയർ ഇടുന്നു, വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ക്ലച്ചിൽ നിന്ന് കാലയച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല, ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ ഒരു വണ്ടി നമ്മൾ നിർത്തിയ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടിയെ നമുക്ക് റൺ ചെയ്യിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, തേർഡിൽ ഇങ്ങനെ പോകുന്നു, ഒരു കയറ്റം കണ്ടു, പെട്ടെന്ന് തന്നെ ഫുൾ ക്ലച്ച് ഔട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ഇനി വീണ്ടും കയറുന്നില്ലെന്ന് തോന്നിയാൽ ഫുൾ ക്ലച്ച് ഔട്ട്, ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയറിൽ നമുക്കിത് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി കഴിഞ്ഞാൽ ഫുൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ടാൽ ഉടൻ തന്നെ നമുക്ക് റണ്ണിങ് നിലനിർത്തി ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫ് ആകാതെ നമുക്ക് പോകാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇനി വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ആക്സിലറേഷൻ ഞാൻ കുറയ്ക്കുന്നു, ഫുൾ ക്ലച്ച് ഔടുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി ഹാഫ് ക്ലച്ച് വരേണ്ട മറ്റൊരു സിറ്റുവേഷൻ നിങ്ങളെ കാണിക്കാം. അതായത് ഞാനിവിടെ ഇങ്ങനെ ഒരു ടേൺ എടുക്കുകയാണ്. ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ, എൻ്റെ ഇടത്തെ കാല് ക്ലച്ച് പെഡലിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ നോക്കുക, കാരണം ചിലപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി സെക്കൻഡ് ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു വളവിൽ ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ക്ലച്ചിലേക്ക് കാലൊന്ന് എടുത്ത് വെക്കുക. ഇപ്പോൾ അതിന് മറ്റൊരു ഉദാഹരണം നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ അവിടെ നിന്ന് ഒരു ലോറി ഇറങ്ങി വരുന്നുണ്ട്, ഇവിടെ ചെറിയൊരു സ്പേസ് ആണ്. ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ വണ്ടി ചിലപ്പോൾ ഇത് ഇവിടെ സ്ലോ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു, ഞാനിത് ക്ലച്ചിലേക്ക് നേരത്തെ കാലെടുത്ത് വെച്ചു. കാരണം നമുക്കിവിടെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകാതെ നമുക്ക് വണ്ടിയെ നിർത്തണം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നെങ്കിലേ നമുക്ക് വാഹനത്തെ നിർത്താൻ കഴിയത്തുള്ളൂ. അവിടെ നമ്മൾ ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ വണ്ടി തനിയെ ഓഫായി പോകും. അപ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ട് ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ക്ലച്ചിലേക്ക് ഒന്ന് വരിക. ഇപ്പോൾ തന്നെ അതിനൊരു ഉദാഹരണം നോക്കുക, ബ്രേക്കേ വരുന്നു, ക്ലച്ചിലേക്ക് വരുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി ഇങ്ങനെ കടന്നുപോയി, എന്നിട്ട് വീണ്ടും നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടി താഴ്ത്തേണ്ട ആവശ്യമില്ല. താഴ്ത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ, അതായത് വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ക്ലച്ച് പെഡലിലേക്ക് നമ്മുടെ കാല് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ട്രിക്കും കൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഒന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മളൊരു ഇറക്കം ഇറങ്ങുവാണ്, സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഇറക്കം ആയതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടാം. കണ്ടോ? ഓക്കെ, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഒന്നും നമുക്കിവിടെ ഹാഫ് ക്ലച്ചിൻ്റെ ഒരു യൂസ് ഇപ്പം നിലവിൽ വരുന്നില്ല. കാരണം എന്താണ്, നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ നിലവിലില്ല, റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും എന്ത് ചെയ്യുന്നു, ഫുൾ ക്ലച്ച് ഔട്ടുന്നു, ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് ഇടുന്നു. കാരണം ഇവിടെ ഒരു മുന്നിലൊരു ഹമ്പും ഒരു ചെറിയ കുഴിയും ഉണ്ടായിരുന്നു. അപ്പോൾ തേർഡ് ഗിയറിൽ അത് പോകത്തില്ല എന്ന് കരുതി നമ്മൾ മുന്നമേ തന്നെ ഗിയർ ഡൗൺ ചെയ്ത്, അതായത് തേർഡിൽ വന്നാൽ നമ്മൾ മുന്നമേ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കയറുകയാണെങ്കിൽ നമുക്ക് വണ്ടി ഓഫ് ആകാതെ അവിടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഇനി നമുക്ക് എവിടെയാണ് വണ്ടി ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് നമ്മൾ ഡ്രൈവിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആദ്യം വണ്ടി എടുക്കുമ്പോഴാണ്. ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു സിറ്റുവേഷനാണ് നമ്മുടെ വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യത്തിൽ ഒരു ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ. ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് വണ്ടി നിർത്തി എടുക്കേണ്ട സാഹചര്യം വരും. അവിടെ നമുക്ക് ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യേണ്ടി വരും. ഇനി ഫുൾ ക്ലച്ചിന് മറ്റൊരു ഉപയോഗം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ നോക്കുക, ഇവിടെ ഞാനൊരു ജംഗ്ഷനിൽ വരികയാണ്. അപ്പോൾ എൻ്റെ വണ്ടി ഈ ജംഗ്ഷനിൽ വരുന്ന സമയത്ത് എനിക്ക് ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് രണ്ട് സൈഡ് നോക്കിയിട്ട് എനിക്കിതേ വാഹനം ഈ ഒരു സൈഡിലേക്ക്, ഇപ്പം ഞാൻ റൈറ്റാണ് തിരിയുന്നത്, റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് നമ്മളിവിടെ തിരിയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തിരിയുന്ന സാഹചര്യങ്ങളിൽ രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് വണ്ടിയെ എൻജിൻ ഓഫ് ആകാതെ
നിർത്തണം. അതിനെന്ത് ചെയ്യുന്നു, നമ്മൾ ആ ജംഗ്ഷനിൽ വരുമ്പോൾ ബ്രേക്കിലും ഫുൾ ക്ലച്ചിലേക്കും വന്ന് നമ്മൾ വണ്ടിയെ നിർത്തുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ ഉപയോഗം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് നമുക്കൊരു ട്രാഫിക്കിലാണ് ഹാഫ് ക്ലച്ചിൻ്റെ യൂസ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതായത് നമ്മൾ ഇപ്പം ഞാനിത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, നമ്മളിത് വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കിയിട്ട് നമുക്ക് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്താൽ വണ്ടി ഓഫ് ആകത്തില്ല. കാരണം ഇപ്പോൾ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ ഓൾറെഡി ന്യൂട്രലിൽ വരുമ്പോൾ കട്ടാണ്. ആ ഒരു സമയത്ത് നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ് ആണെങ്കിൽ പിന്നെ നമ്മളിവിടെ ഇത് ഇങ്ങനെ ക്ലച്ച് ചവിട്ടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പം നമ്മൾ ഇനി ഞാൻ പറഞ്ഞതുപോലെ ഒരു ട്രാഫിക്കിൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നിർത്തി എടുക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കി ബാലൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതൊരു ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു റോഡിൽ നിന്ന് ഒരു കയറ്റത്തോടുള്ള റോഡിലേക്ക് നമുക്ക് തിരിയുന്ന സമയത്തും നമുക്കത് പതിയെ വണ്ടിയെ മുന്നോട്ട് നീക്കണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ഫുൾ ക്ലച്ച് ഓട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. വണ്ടി നീക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ്, അതായത് വണ്ടി മുന്നോട്ട് നീങ്ങുന്ന പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു. എന്നിട്ട് പതുക്കെ ഇവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയെ പതിയെ നീക്കിയിട്ട് നിങ്ങൾ ഇവിടെ ക്ലച്ച് എന്ന് കാല് മാറ്റരുത്. എന്നിട്ട് വണ്ടി നിർത്തണമെന്ന് തോന്നിയാലോ ഉടൻ തന്നെ ക്ലച്ച് ചവിട്ടുക, എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക. ഓക്കെ, എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു കയറ്റം കൂടിയ ഒരു ട്രാഫിക്കാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, ചെറിയ ഒരു കയറ്റത്താണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ബ്രേക്കിൽ നിന്ന് ആദ്യം കാലെടുക്കാൻ പറ്റത്തില്ല, കാരണം വണ്ടി ബാക്കിലേക്ക് പോകുമല്ലോ. അതിന് നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നാൽ ഓൾറെഡി വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള രീതി കാണിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് എടുത്താലും വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള പ്രതീതി കാണിക്കുന്നത് കൊണ്ട് വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടു പോകത്തില്ല. അപ്പോൾ അതിന് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുക. ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് നമ്മൾ കാല് മാറ്റരുത്, പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വണ്ടിയെ നീക്കാൻ കഴിയും. വീണ്ടും നമുക്ക് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, വീണ്ടും ഫുൾ ക്ലച്ച് ചവിട്ടുക, ബ്രേക്കിലേക്ക് വരിക, വണ്ടി നിർത്തി. വീണ്ടും എടുക്കണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു, ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുന്നു. വീണ്ടും നിർത്തണം, ഫുൾ ക്ലച്ചിലേക്ക് വരുന്നു, ബ്രേക്കിലേക്ക് വരുന്നു. അപ്പോൾ നിർത്തുന്ന സമയത്ത് ഫുൾ ക്ലച്ചിലേക്ക് വരുന്നു, എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ വണ്ടി എടുക്കുക. അപ്പം നമുക്ക് ഡ്രൈവിങ്ങിൽ എപ്പോഴാണ് ഫുൾ ക്ലച്ച് ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ എല്ലാ ഗിയറും നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഫുൾ ക്ലച്ച് കൃത്യമായിട്ട് ചവിട്ടി ഗിയർ ഇടുക, ഇല്ലെങ്കിൽ വാഹനത്തിന് ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. അതുപോലെ തന്നെ ഒരു വണ്ടി നിർത്തുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഓഫ് ആകാതെ നമുക്ക് വണ്ടി നിർത്തണം. വണ്ടി അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിർത്തേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലേക്കും വന്ന് വാഹനത്തെ നിർത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മളൊരു വാഹനം ട്രാഫിക്കിൽ എടുക്കുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഒരു വാഹനത്തെ നിർത്തിയെടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് വാഹനത്തെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.